നമസ്കാരം. നിലമ്പൂരിൽ പ്രചണ്ഡ പ്രചരണവുമായി ഇരു മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ കളം നിറഞ്ഞിരിക്കുകയാണ്. മത്സരരംഗത്തേക്കില്ല എന്ന് BJP പറയുകയും ഏറ്റവും ഒടുക്കം നിക്കക്കള്ളിയില്ലാതെ അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള അവസ്ഥയെത്തുമ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട അവസ്ഥയിലേക്ക് അവരെത്തുകയും ചെയ്തിരിക്കുകയാണ്. BJP ഏറെ തേടി നടന്ന് ഒടുക്കം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയും തോക്കുസ്വാമിയെ പോലെയുള്ള ഒരാളെ ഹിന്ദു മഹാസഭ എന്ന പേരിൽ മത്സരിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ വോട്ടുകളെ അവിടേക്ക് എത്തിച്ചു BJPയുടെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് CPMന് അനുകൂലമാകുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയാണ്. CPM ആവട്ടെ ഏറെ നാൾ സ്ഥാനാർത്ഥിയെ തേടി നടന്ന് ഒടുക്കം നാണക്കേടുണ്ടാകും എന്ന് മനസ്സിലാക്കി, തോറ്റ് ഭയം നോടി എന്ന അവസ്ഥ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി, സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ CPMന്റെ അവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കി, പത്തനംതിട്ടയിൽ തോമസ് ഐസക് സാറിനെ പോലെ, ആലപ്പുഴയിൽ G സുധാകരൻ അങ്ങുന്നിനെ പോലെ, വടകരയിൽ KK ശൈലജ മേഡത്തെ പോലെ, K രാധാകൃഷ്ണനെ പോലെ, അങ്ങനെ അമ്മോച്ചന്റെ മരുമകന്റെ പാത സുഗമമാക്കാൻ വേണ്ടി ആരെയൊക്കെ വെട്ടി നിർത്തണമോ അവരെയൊക്കെ വെട്ടി നിർത്തിയതുപോലെ ക്യാപ്റ്റൻ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് സഖാവ് M സ്വരാജിന്. അങ്ങനെ ഒടുക്കം അദ്ദേഹത്തിന് അവിടെ മത്സരിക്കേണ്ടി വരികയാണ്. നോക്കൂ, പണ്ട് VS അച്യുതാനന്ദന്റെ സ്വന്തം ജില്ല ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തെ അവഹേളിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവഹേളിച്ച ആളാണ് M സ്വരാജ്. ആ M സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം VS അച്യുതാനന്ദന് എന്നാണ് അന്ന് പറഞ്ഞത്. നിലവിൽ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ കാലത്തിന്റെ കാലചക്രം കറങ്ങിത്തിരിഞ്ഞു വരുമ്പോൾ ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് M സ്വരാജിന് തന്നെ, അന്ന് ആർക്കു വേണ്ടിയാണോ M സ്വരാജ് VSനെ കടന്നാക്രമിച്ചത്, പ്രായം മനസ്സിലാക്കാതെ, എന്തിനേറെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ രൂപീകരണത്തിൽ പങ്കുകൊണ്ട നേതാവ് എന്നുള്ളത് പോലും പരിഗണിക്കാതെ അന്ന് യുവ നേതാവായിരുന്ന M സ്വരാജ് ആർക്കു വേണ്ടിയാണോ പടവാളെടുത്ത് ഇറങ്ങി പുറപ്പെട്ടത് ആ ആൾ തന്നെ M സ്വരാജിനെ കുഴിയിൽ ചാടിക്കുന്ന അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് കള്ളങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ ലൈവ് പോകുന്നത്. തുടക്കത്തിൽ ആമുഖമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചും മറ്റേത് മണ്ഡലങ്ങളിൽ എന്നതുപോലെ തന്നെയും നിലമ്പൂരിലും നമുക്ക് പരിണിതപ്രജ്ഞരായ, നേതൃസമ്പത്തുള്ള, ജനങ്ങളുമായി ബന്ധമുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള ഒരുപാട് നേതാക്കളുണ്ട് മറ്റേത് മണ്ഡലങ്ങളിലെ പോലെയും. സ്വാഭാവികമായും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന, അതിന് കേപ്പബിളായ മെമ്പർമാർ, അതിന് കേപ്പബിളായ ആൾക്കാർ സ്വാഭാവികമായും നിലമ്പൂരും മറ്റുള്ള മണ്ഡലങ്ങളിൽ എന്നതുപോലെ തന്നെ കോൺഗ്രസിനുണ്ട്. പക്ഷെ നോക്കൂ, അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ജനുവരി 16 അവിടുത്തെ MLA രാജിവെക്കുമ്പോൾ, ശ്രീ അൻവർ രാജിവെക്കുമ്പോൾ തന്നെ നമുക്കറിയാം 6 മാസങ്ങൾക്കുള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. പക്ഷെ CPM പറയുന്നത് കേട്ടാൽ, നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് അറിഞ്ഞത്, അതിനുശേഷം ഞങ്ങൾക്ക് പാർട്ടി കമ്മിറ്റികൾ ചേരേണ്ടി വന്നു എന്നുള്ള രീതിയാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ മുമ്പിൽ കാണുകയും അവിടുത്തെ ഏതാണ്ട് 200-ൽ പരം ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും ചിട്ടയായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ KPCCയുടെ നേതൃയോഗം ചേരുന്നത്. ആ നേതൃയോഗം PCC അധ്യക്ഷനെയും CLP ലീഡറിനെയും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നിയോഗിക്കുകയായിരുന്നു ചെയ്തത്. ഇവർ ഇരുവരും, അതായത് KPCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഐക്യകണ്ഠേന ഒരു പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ പേര് അംഗീകരിക്കുകയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, പാർട്ടിയുടെ ഒന്നാമൻ മല്ലികാർജുന ഖാർഗെജി ആ പേര് അംഗീകരിച്ച് കേരളത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ആ പേരിനെ അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നവരെന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ വരെ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു. കമ്മ്യൂണിസ്റ്റ് കള്ളങ്ങൾ, നിലമ്പൂരിലെ കള്ളങ്ങൾ ആരംഭിക്കുന്നത് ഇവിടം തൊട്ടാണ്. അന്ന് കൈരളി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ആദ്യം കൈരളിയുടെ പോസ്റ്റ് വരുന്നത്, നിലമ്പൂരിൽ ആര്യാടൻ സ്ഥാനാർത്ഥി, വ്യത്യസ്ത അഭിപ്രായവുമായി VS ജോയി. വ്യത്യസ്ത അഭിപ്രായം തുറന്നു പറയാൻ ഉടനെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, കേരളത്തിലെ ലീഡർഷിപ്പ് എല്ലാവരും തന്നെ ഒരുമയോടുകൂടി ആ പേര് പറഞ്ഞ് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ശ്രീ VS ജോയി മാധ്യമങ്ങളെ കാണാൻ പോകുന്നു, ഞാൻ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എതിരഭിപ്രായം പറയാനാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും
ആ കാപഠ്യം നിറഞ്ഞ വാർത്ത ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് അനുകൂല ചാനൽ, അവരുടെ പത്രം. പക്ഷേ അവരെ നിരാശരാക്കിക്കൊണ്ട് മലപ്പുറം DCCയുടെ പ്രസിഡന്റ്, മുൻ KSU പ്രസിഡന്റ് ശ്രീ VS ജോയി ഒരു വാക്കുകൊണ്ട് പോലും ഈ പാർട്ടിയെ വേദനിപ്പിക്കില്ല എന്ന് ഏറ്റുപറയുകയും തുടർന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ മലപ്പുറം DCCയുടെ എല്ലാ പിന്തുണയും ആര്യാടൻ ഷൗക്കത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഒന്നാമത്തെ കള്ളം അവിടെ പൊളിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് കള്ളം കൈരളിയുടെ ലെറ്റർ പാഡിൽ അടിച്ചു വന്ന, കൈരളി ചാനലിലൂടെ പുറത്തു വന്ന ആ കള്ളം, ഒന്നാമത്തെ കള്ളം VS ജോയിലൂടെ പൊളിയുകയാണ് ചെയ്തത്. പിന്നീട് രണ്ടാമതവർ നടത്തുന്ന പ്രചരണം അവിടെ പക്ഷപാതിത്വമുണ്ട്, ഗ്രൂപ്പ് പ്രവർത്തനം നടക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ ലീഡേഴ്സും, യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, മഹിളാ കോൺഗ്രസിന്റെ, INTUCയുടെ തുടങ്ങി അങ്ങനെ പോഷക സംഘടനയുടെ നേതൃസമ്പത്ത് എല്ലാവരും തന്നെ നിലമ്പൂരിൽ ടാർഗറ്റ് ചെയ്യുകയാണ്. നിലമ്പൂരിൽ അവർ സ്റ്റേ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും നിലമ്പൂരിലേക്ക് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും, എല്ലാ കോൺഗ്രസ് ലീഡർഷിപ്പും ഒന്നിച്ചിറങ്ങുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിറ്റിംഗ് സീറ്റ് അല്ല നിലമ്പൂർ. 2 തവണ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയ സീറ്റാണ്. ആദ്യ തവണ 10,000-ലേറെ വോട്ടിന് അൻവറിനെ ജയിപ്പിക്കാൻ ആർക്ക് സാധിച്ചു? CPM-ന് സാധിച്ചു. രണ്ടാം തവണ, അതായത് അവസാനത്തെ തവണ എത്തുമ്പോൾ ആ വോട്ട് 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പിടിച്ചിടാൻ അന്ന് യശസ്വരീരനായ നമ്മുടെ മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന് സാധിച്ചു. അപ്പോ അൻവർ കഴിഞ്ഞ തവണ ഏതാണ്ട് തോക്കാനിരിക്കുകയായിരുന്നു. അതായത് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ആ കിറ്റ് കൊടുത്തുള്ള കോവിഡ് സമയത്തെ PR എക്സസൈസിന്റെ ഭാഗമായി ഉണ്ടായ ഇടത് തരംഗത്തിൽ പോലും അൻവറിന് ഏതാണ്ട് 2,700 വോട്ടിൽ കടന്നുകൂടാനാണ് നിലമ്പൂരിൽ സാധിച്ചത്. ഇനി CPM-ന്റെ മറ്റൊരു വ്യാജ പ്രചരണം, M സ്വരാജ് എന്തോ വലിയ സ്ഥാനാർത്ഥിയാണ്, ആ സ്ഥാനാർത്ഥി വന്നതോടുകൂടി മത്സര ചിത്രം അങ്ങ് മാറിപ്പോയി എന്നുള്ളതാണ്. ആ മത്സര ചിത്രം അപ്പാടെ മാറി M സ്വരാജ് കടന്നു വരുന്നതോടുകൂടി പൂർണ്ണമായും മത്സര ചിത്രം മാറുകയും അങ്ങനെ കോൺഗ്രസ് എന്തോ വലിയ പ്രതിരോധത്തിലേക്ക് പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ കള്ളം. നോക്കൂ, M സ്വരാജ് ആരാണ്? M സ്വരാജ് ആ പാർട്ടിയിൽ യുവ നേതാവാണ്. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ VS അച്യുതാനന്ദനെ വെട്ടിനിർത്തുന്നതിൽ പിണറായി ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നിരുന്ന ആളാണ്. അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്നു എന്ന് മേനി നടിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും ബുക്കുകൾ വായിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. നല്ല കാര്യം, നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് M സ്വരാജ് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ M സ്വരാജിന്റെ ജനകീയത എന്താണ്? ആ ജനകീയത ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ ആദ്യമായി PV അൻവർ മത്സരിക്കുമ്പോൾ, അതായത് 2016 അൻവർ ഏടനാട് CPI സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, CPM സ്വതന്ത്രൻ, CPM-ന്റെ എല്ലാ പിന്തുണയോടും കൂടി മത്സരിച്ച് CPI സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് നാണം കെടുത്തി 4ാം സ്ഥാനത്താക്കിയ ശേഷം അൻവർ 2016 നിലമ്പൂരിൽ ഇടതു സ്വതന്ത്രനായി മത്സരിക്കാൻ വരുന്നത്. 2016 ആരാണ് M സ്വരാജ്? 2016 M സ്വരാജ് DYFയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ, അത്രമാത്രം ജനകീയനാണെങ്കിൽ, അത്രമാത്രം വലിയ നേതാവാണെങ്കിൽ, അത്രമാത്രം വലിയ ക്യാൻവാസ് ഉള്ള നേതാവാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് കള്ളം പറയുന്നത് പോലെ കോൺഗ്രസ് ഭയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് M സ്വരാജ് എങ്കിൽ എന്തുകൊണ്ടാണ് 2016 M സ്വരാജിന് പകരം നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ, ഒരു സ്വതന്ത്രനെ തേടി പോകേണ്ടി വന്നത്? നിലമ്പൂരിൽ അത്രമാത്രം ജനപിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് M സ്വരാജിന് സ്വന്തം മണ്ഡലം ഒരു സ്വതന്ത്രന് വിട്ടുകൊടുത്തിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേറൊരു മണ്ഡലത്തിലേക്ക് വണ്ടി കയറേണ്ടി വന്നത് എന്നത് പ്രസക്തമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2021 വീണ്ടും അൻവർ മത്സരിക്കുമ്പോൾ M സ്വരാജ് വീണ്ടും പഴയ സീറ്റിൽ മത്സരിക്കുകയാണ്. നോക്കൂ, 2021 ഈ പറയുന്ന കോവിഡ് അടക്കമുള്ള കാര്യങ്ങൾ, കിറ്റ് രാഷ്ട്രീയം അടക്കമുള്ളവ വലിയ തോതിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ ചോർച്ച വരുത്തി എന്നതിൽ സംശയം വേണ്ട. അത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നത്. ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സിറ്റിംഗ് MLA-മാർ 2 പേരാണ് തോറ്റുപോകുന്നത്. നോക്കൂ, ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ജനപിന്തുണയോടുകൂടി, അത് എന്ത് PR എക്സസൈസിന്റെ ഭാഗമാണെങ്കിലും കൂടുതൽ സീറ്റ് ഷെയറോടുകൂടി, കൂടുതൽ വോട്ട് ഷെയറോടുകൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. അങ്ങനെ അധികാരത്തിൽ വരുന്ന സമയത്ത് തോറ്റുപോകുന്ന 2 സിറ്റിംഗ് MLA-മാരാണ്. LDF തരംഗം കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ തോറ്റുപോകുന്നത് 2 സിറ്റിംഗ് MLA-മാർ. ഒരാള് മന്ത്രി കൂടിയായ J മേഴ്സിക്കുട്ടിയമ്മ, രണ്ടാമത്തെ ആള് ഈ M സ്വരാജ് ആണ്. നോക്കൂ, നിങ്ങൾ വലിയ ജനപിന്തുണയുള്ള ആള് എന്ന് പറയുന്ന,
നിങ്ങൾ വലിയ ജനകീയ അടിത്തറയുണ്ട് എന്ന് മേലിനടിക്കുന്ന മേന്മ പറയുന്ന, അയ്യോ എം സ്വരാജ് വന്നപ്പോൾ കോൺഗ്രസ് അങ്ങ് പേടിച്ചു പോയെ എന്ന് നിങ്ങൾ ഫോഷ്ക്ക് പറയുന്ന ഈ എം സ്വരാജാണ് നിങ്ങളുടെ ഇടത് കൊടുങ്കാറ്റാഞ്ഞടിച്ച സമയത്ത് തോറ്റുപോയാൽ. അപ്പൊ എത്രമാത്രം ജനപിന്തുണ! സ്വന്തം മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ പോയി മത്സരിച്ച് ജയിച്ച ആൾക്ക് രണ്ടാമത്തെ ടീം അവിടെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ ടീം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം തോറ്റുപോകുന്നെങ്കിൽ ആ മണ്ഡലത്തിൽ കൃത്യമായി 5 വർഷം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് കളം 2, എം സ്വരാജ് എന്തോ വലിയ ആളാണ്, അദ്ദേഹത്തെ കോൺഗ്രസ് അങ്ങ് ഭയപ്പെട്ടു പോയി, ജനകീയ അടിത്തറ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്രമാത്രം ജനകീയ അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതാവായിരുന്ന സമയത്ത് 2016-ലും 2021-ലും സ്വന്തം മണ്ഡലം വിട്ടുപേക്ഷിച്ചു മറ്റൊരിടത്ത് പോയി മത്സരിച്ചത് എന്തിനാണ്? സ്വന്തം മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയില്ലാതെ ഒരു സ്വതന്ത്രനെ പരീക്ഷിക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ പ്രചരണത്തിന് പോലും കാണാതെ വേറൊരു മണ്ഡലം, സുരക്ഷിത മണ്ഡലം തേടിപ്പോയ എം സ്വരാജ് അപ്പോൾ പാർട്ടിയെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയുക എന്നുള്ളതാണ്. ഇനി വേറൊരു കമ്മ്യൂണിസ്റ്റ് കളം എന്താണ്? കോൺഗ്രസ് വിളിച്ചു വരുത്തിയ എം സ്വരാജിനെ ഞങ്ങൾ ട്രോള് ചെയ്ത്, ഞങ്ങൾ OLX-ൽ തപ്പി, നമ്മളെല്ലാവരും ചേർന്ന് വിളിച്ചു വരുത്തിയതാണ് എം സ്വരാജിനെ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് കളത്തിന്റെ മൂന്നാമത്തെ ഭാവം. നോക്കൂ, എം സ്വരാജിനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രതീക്ഷിച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടവും ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കിയും അടക്കമുള്ളവർ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം, ഇവരെല്ലാവരും അവിടെ പാർട്ടി ചിഹ്നത്തിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് എന്നെ പോലെയുള്ള എളിയ പ്രവർത്തകർ ചാനൽ ചർച്ചകളിൽ അടക്കം, നോക്കൂ നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അവിടെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം, അവിടെ നമ്മൾ സ്വാഭാവികമായും ഈ ഇടത് വിരുദ്ധ തരംഗത്തിൽ ജയിക്കാൻ പോകുകയാണ്. UDFന്റെ ഗ്രൗണ്ട് വർക്കിൽ നമ്മൾ ജയിക്കാൻ പോകുകയാണ്. UDFന് അനുകൂലമായ ജനകീയ ട്രെൻഡിൽ നമ്മൾ ജയിക്കാൻ പോവുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളവയുടെ വില വർദ്ധിപ്പിച്ച ഇടത് സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നമ്മൾ അവിടെ ജയിക്കാൻ പോവുകയാണ്. പക്ഷെ ആ ജയത്തിന്റെ മാറ്റു കുറഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ജയിക്കുന്നത് ഏതെങ്കിലും സ്വതന്ത്രനോടാണെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി ഈ റിസൾട്ട് വരുന്ന ദിവസം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയും അത് പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല, ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തിയതാണ്, ഞങ്ങൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, അതിന്റെ പുറത്താണ് തോറ്റുപോയത്. ഈ പഴി കേൾക്കേണ്ടി വന്നവരാണ് ഡോക്ടർ ജോ ജോസഫ് തൃക്കാക്കരയിൽ. ഇപ്പോഴും 80,000 രൂപയുടെ ജോലി കിട്ടിയെങ്കിലും ആ പഴി കേട്ട ആളാണ് ഡോക്ടർ P സരിൻ പാലക്കാട്. അപ്പോ സ്വതന്ത്രരെ പരീക്ഷിച്ചിടത്തെല്ലാം തോറ്റുപോകുമ്പോ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് CPM എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ, സ്വാഭാവികമായും CPM സംസ്ഥാന സമിതിയുടെ ഭാഗമായ ഒരാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു തോറ്റാൽ അത് സർക്കാരിനുള്ള തിരിച്ചടിയാണ് എന്ന് ജനത്തിന് കൃത്യമായി ബോധ്യപ്പെടും. അത് സ്വതന്ത്രനായതുകൊണ്ടാണല്ലോ തോറ്റത് എന്നുള്ള ഇവരുടെ ക്യാപ്സ്യൂൾ അപ്പാടെ വിഴുങ്ങില്ല ജനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, എല്ലാ കാലത്തും പിണറായിക്ക് വേണ്ടി വാളെടുത്ത, എല്ലാ കാലത്തും പിണറായി സ്തുതിപാഠകനായിരുന്ന, എല്ലാ കാലത്തും ഇടത് സർക്കാരിന്റെ കൊള്ളരുതായികളെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ നേരിട്ട് മത്സരിക്കാൻ എത്തുമ്പോൾ ജനത്തിന് വീറുകൂടും, വാശി കൂടും. പിണറായിക്കെതിരായ വോട്ട്, പിണറായി സർക്കാരിനെതിരായ വോട്ട് അവിടെ ഒരു സ്വതന്ത്രന് കുത്തുന്നതിനേക്കാൾ അവിടെ ഈ ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾക്കെതിരായി കുത്തുമ്പോൾ ജനത്തിനത് ഒരു വലിയ വൈകാരികമായ വിഷയമായി മാറും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്, വിളിച്ചത്. അപ്പൊ എം സ്വരാജ് വന്നപ്പോൾ അയ്യോ കോൺഗ്രസ് ക്യാമ്പ് അങ്ങ് മങ്ങിപ്പോയി എന്നുള്ളത് ഇവരുടെ കള്ളത്തിന്റെ മറ്റൊരു ഭാവമാണ്. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ പറയുന്നത്? ശ്രീ KC വേണുഗോപാൽ പെൻഷൻ ഒരു കൈക്കൂലിയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോ അയ്യോ അങ്ങനാണെങ്കിൽ മേടിക്കുന്നവരും കൈക്കൂലി മേടിച്ചപ്പോൾ കുറ്റക്കാരായില്ലേ? ഈ പാവപ്പെട്ടവരെ മുഴുവൻ കോൺഗ്രസ് അങ്ങ് അധിക്ഷേപിക്കുന്നേ, അയ്യോ കോൺഗ്രസ് ഇത് വേണമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ ചോദിക്കുന്നത്. എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഈ പാർട്ടിയുടെ രണ്ടാമൻ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം PSC ബോർഡ് അംഗങ്ങൾക്ക് 400% ഇരട്ടിയാക്കി ശമ്പള വർധനവ് നടത്തുമ്പോ, ചിന്താ ജെറോമിന് 600% ഇരട്ടി പൈസ കൊടുക്കുമ്പോ, KT തോമസിന്റെ സുഖം വർദ്ധിപ്പിക്കാൻ വേണ്ടി, സുഖലോലുപത വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടുതൽ സ്റ്റാഫിനെ അനുവദിക്കുമ്പോൾ, കൂടുതൽ പണം കൊടുത്ത് അദ്ദേഹത്തിന്റെ സുഖസൗകര്യങ്ങൾ ഡൽഹിയിലും എറണാകുളത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ,
ഞാനൊരു അഭിഭാഷകനാണ് എങ്കിൽ പോലും സർക്കാർ അഭിഭാഷകർക്ക് 600-ഉം 700-ഉം ഇരട്ടി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ സർക്കാർ നമ്മളോട് എന്താണ് പറഞ്ഞത്? നോക്കൂ, പെൻഷൻ കൊടുക്കാൻ പണമില്ല, സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല, അരമുറുക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതായത് PSC ബോർഡ് അംഗങ്ങൾക്കും ചിന്താ ജെറോമിനും KT തോമസിനും ഈ പറയുന്ന സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിലുമാർക്കും ഒക്കെ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്ത സമയത്ത് ഇവിടെ 6-7 മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു. ആശാവർക്കർമാർ തെരുവിൽ സമരം ചെയ്യാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് PSC ബോർഡ് അംഗങ്ങൾക്ക് ലക്ഷത്തിൽ നിന്ന് ശതലക്ഷത്തിലേക്ക്, ദശലക്ഷത്തിലേക്ക് എന്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? ഇവരുടെ സാലറി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. 5 വർഷം ഇരിക്കുന്നവർക്ക് പെൻഷൻ അടക്കമുള്ളത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്, പാർട്ടി അപ്പോയിന്റ്മെന്റുകൾ നടത്തി. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലായിരുന്നവർ PSC ബോർഡ് അംഗങ്ങളുടെ പൈസ കൊടുത്തപ്പോഴും പെൻഷനേഴ്സിനെ കുടിശ്ശിക ലിസ്റ്റിൽ ഇട്ടവർ, KT തോമസിനെയും ചിന്താ ജെറോമിനെയും പരിഗണിച്ചപ്പോഴും പാവപ്പെട്ട പെൻഷനേഴ്സിനെ പരിഗണിക്കാതിരുന്നവർ, അവർക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവർക്ക് എന്തുണ്ടാവുന്നു? പെൻഷൻ കൊടുക്കാൻ ഖജനാവിൽ പണമുണ്ടാവുന്നു. പെൻഷൻ എന്താണ് കൊടുക്കാത്തത് സർക്കാർ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ 3 അടിയന്തര പ്രമേയങ്ങളാണ് കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവന്നത്. സഭയ്ക്ക് അകത്തും പുറത്തും സർക്കാർ പറയുന്നത് എന്താണ്? സർക്കാർ പറയുന്നത് കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടുന്നില്ല എന്നുള്ള വിഷയങ്ങളാണ്. അത് പറയുമ്പോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർക്കാരിന്റെ അനുചരന്മാർക്ക്, ഇടതു കൊടി പിടിച്ച കിങ്കരന്മാർക്ക്, അവർക്ക് പൈസ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോ ഈ പറയുന്ന കേന്ദ്ര ഞെരുക്കലില്ല, കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക മാന്ദ്യമില്ല, അവർക്കെല്ലാം പണം കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പണമുണ്ട്. എന്നാൽ ഈ മാന്ദ്യവും പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് കറക്റ്റ് ഇലക്ഷൻ സമയമാകുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുന്നു. അപ്പോ മറ്റൊരു ചോദ്യം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണോ സർക്കാർ പൈസ കൊടുത്തത്? അത് ഞങ്ങൾ എങ്ങനെ മുൻകൂട്ടി കാണും എന്നാണ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ എന്നോട് ഒരു ഇടതു പ്രതിനിധി ചോദിച്ചത്. നോക്കൂ, ജനുവരി 16-ാം തീയതി PV അൻവർ നിലമ്പൂരിന്റെ MLA രാജിവെക്കുന്നു. സ്വാഭാവികമായും ഈ രാജ്യത്തെ നിയമപ്രകാരം 6 മാസത്തിനുള്ളിൽ അവിടെ ഒരു നിയമസഭാ സാമാജികൻ ഉണ്ടാവണം. അതായത് ജൂലൈക്കുള്ളിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ളത് കൃത്യവും വ്യക്തവുമായി 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഏത് കുട്ടിക്കും മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായും ജൂലൈയിൽ അല്ലെങ്കിൽ ജൂൺ അവസാനത്തോടു കൂടി അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോ ഗോവിന്ദൻ മാസ്റ്റർ പോകുന്ന കണിയാന്റെ അടുത്ത് പോകേണ്ടതില്ല. മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തുന്ന ജോൽസിനെ വിളിച്ച് കവടി നിർത്തി നോക്കേണ്ട കാര്യമില്ല. അത് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്ത്, ഈ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെയ് മാസം അവസാനം പെൻഷൻ റിലീസ് ചെയ്യാനുള്ള ഉത്തരവിടുന്നു ഗവൺമെന്റ്. അതുവരെ കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെൻഷനേഴ്സിന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന, ദൈവമേ എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരണമേ, അങ്ങനെയെങ്കിലും ഈ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടാനുള്ള പെൻഷൻ കിട്ടുമല്ലോ എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായും ഈ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുന്നത് ആരാണ്? കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളും ഭരിക്കുന്നത് CPM ആണ്. അത് വിവിധ കാരണങ്ങളാലാണ്. ബൂത്ത് പിടിച്ചടക്കുന്ന അടക്കം, കള്ള ID കാർഡുമായി കടന്ന് കയറുന്ന അടക്കമുള്ള വിഷയങ്ങൾ അതിലുണ്ട്. നോക്കൂ, അവിടെ വർക്ക് ചെയ്യുന്ന CPM അനുകൂലമായിട്ടുള്ള ജോലിക്കാരാണ് വീടുകളിലേക്ക് പെൻഷൻ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ പറയും, നോക്കൂ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ പിണറായി കൊണ്ടുവന്ന് തന്നതാണ്, പിണറായി പെൻഷൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അവർക്ക് 50 രൂപയായിരുന്നു ഒരു വീടിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇൻസെന്റീവ്. പക്ഷെ പെൻഷൻ കമ്പനി ഉണ്ടാക്കി ഇപ്പോൾ അത് 25 വെട്ടിക്കുറച്ചിട്ടും ഒക്ടോബർ തൊട്ട് അവർക്കുള്ള പൈസ പോലും കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി 20,000 കോടി നഷ്ടത്തിലാണ്. 20,000 കോടി. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾ, അതായത് കോൺഗ്രസ് പെൻഷൻ എതിരാണ്, പെൻഷൻ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് എന്ന്. എന്തൊരു ഫോഷ്കാണ്, എന്തൊരു മണ്ടത്തരമാണ്. സർക്കാർ രേഖകളിലില്ലേ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ 2ാമതായി പെൻഷൻ സിസ്റ്റം അവതരിപ്പിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പേര് R ശങ്കർ മന്ത്രിസഭ എന്നാണ്. ആരായിരുന്നു R ശങ്കർ? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആൾ അന്നത്തെ നിയമസഭാ പ്രസംഗത്തിൽ, ബഡ്ജറ്റ് പ്രസംഗത്തിൽ കൃത്യമായി ശ്രീ R ശങ്കർ പറയുന്നുണ്ട്, ഇതാ നോക്കൂ ഞാൻ വിധവാ പെൻഷനും വാർദ്ധക്യകാല വയോജന പെൻഷനും ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഈ സർക്കാർ. അതായത് മഹാരാഷ്ട്രയിൽ 1ാമതും കേരളത്തിൽ 2ാമതുമായി, ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ 2ാമതായി ഈ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്ന സർക്കാരിന്റെ പേര് R ശങ്കർ മന്ത്രിസഭ എന്നാണ്. ഇവർ പറയുന്നു അത് 80കളിലെ നായനാർ സർക്കാരാണ് എന്ന്. അതാണ് കമ്മ്യൂണിസ്റ്റ് കളത്തിന്റെ മറ്റൊരു വേർഷൻ. പിന്നെ ഇവർ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ കുടിശ്ശികയായിരുന്നു, ആർക്കും കൊടുത്തില്ല എന്ന്.
നോക്കൂ, ഏതാണ്ട് 13-14 ലക്ഷം പേർക്കായിരുന്നു അച്യുതാനന്ദൻ ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. ഇവർ പറഞ്ഞത് അച്യുതാനന്ദന്റെ കാലത്ത് 500 രൂപ പെൻഷൻ കൊടുത്തിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്തായപ്പോ അത് 600 ആക്കി ഇറങ്ങിപ്പോയി, അതും കൊടുത്തില്ല, 100 വർദ്ധിപ്പിച്ചത് എന്നാണ്, വർദ്ധിപ്പിച്ചതോട്ട് കൊടുത്തുമില്ല എന്ന്. നോക്കൂ, അച്യുതാനന്ദന്റെ കാലത്തെ പെൻഷൻ എത്രയായിരുന്നു? 300 രൂപയായിരുന്നു. ആ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ മാസം ഒരു ജിയോ പുറപ്പെടുവിക്കുന്നു, ഒരു ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിക്കുന്നു. ആര്? VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഓർഡർ പ്രകാരം 400 രൂപയ്ക്ക് 100 രൂപ കൂടി വർദ്ധിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 400 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ 400 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത് ആ സർക്കാരിന് കൊടുക്കേണ്ടത് വന്നില്ല. കാര്യം ആ സർക്കാർ താഴെ പോയി. അടുത്ത മാസം തൊട്ട് പുതിയ സർക്കാർ വരികയാണ്. അതായത് 400 രൂപയാക്കിയത് എന്നാണോ പ്രാബല്യത്തിലാവുന്നത് ആ മാസം തൊട്ട് പുതിയ സർക്കാർ എവിടെ വരികയാണ്. ആ സർക്കാരിന്റെ പേര് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നാണ്. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പെൻഷനേഴ്സിനേക്കാൾ ഇരട്ടിയാക്കിക്കൊണ്ട് ഏതാണ്ട് 32 ലക്ഷത്തിലേക്ക് ടോട്ടൽ ഈ കർഷക തൊഴിലാളികളുടെ എല്ലാം കൂട്ടിയാൽ 40 ലക്ഷം പെൻഷനേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത്. ആ കാലത്ത് എത്ര കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് എം സ്വരാജിന്, അതായത് നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്ന ശ്രീ എം സ്വരാജിന് തന്നെ ഡോക്ടർ TM തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത ഉത്തരം നമ്മുടെ മുമ്പിൽ ഉണ്ട്. MK മുനീറിന് കിട്ടിയ ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നിയമസഭാ രേഖകളെ മുഴുവൻ കണ്ണടച്ചുകൊണ്ട്, നിയമസഭാ രേഖകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് കുറെ കപട വാക്യങ്ങൾ, ഗീബൽസ്യൻ തന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമാകും എന്ന കണക്കിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ. എന്നാൽ നോക്കൂ, 30 ലക്ഷം 40 ലക്ഷത്തിലേക്ക് എത്തിച്ച പെൻഷനേഴ്സിന്റെ എണ്ണത്തെ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പിണറായി 1-2 ഗവൺമെന്റുകൾക്ക് സാധിച്ചു. രണ്ടാമത്തെ ടേം എടുക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി കൂട്ടിയ പെൻഷനേഴ്സിന്റെ എണ്ണം, അതിന്റെ ഒരു 7 അയലൊക്കത്തെങ്കിലും പെൻഷനേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആർക്ക്? ഈ പറയുന്ന പിണറായി ഗവൺമെന്റിന്. അപ്പോ ആ കള്ളവും അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അതായത് കൃത്യമായി അതുവരെ പൈസ ഇല്ലാത്തവർക്ക് ഇലക്ഷൻ സമയത്ത് ഖജനാവിൽ പൈസ ഉണ്ടാവുകയും അത് പെൻഷനായി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് എന്താണ്? കൈക്കൂലി തന്നെയാണ്. നോക്കൂ, ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ ഫേമിൽ വർക്ക് ചെയ്യുന്ന സഹ അഭിഭാഷകർക്ക് ഞാൻ സാലറി കൊടുക്കുന്നു. ഞാൻ ആദ്യത്തെ മാസം അവർക്ക് സാലറി കൊടുക്കുന്നില്ല, രണ്ടാമത്തെ മാസം കൊടുക്കുന്നില്ല, മൂന്നാമത്തെ മാസം കൊടുക്കുന്നില്ല. പക്ഷേ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ 2-3 മാസങ്ങളിലും അവർക്ക് പെൻഷൻ കൊടുക്കാൻ സാലറി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പക്ഷെ 3-ാമത്തെ മാസം കൊടുക്കാതെ 4-ാമത്തെ മാസം ഈ പറയുന്ന സാലറി മുഴുവൻ ഒരുമിച്ച് ഞാൻ എന്റെ സഹ അഭിഭാഷകർക്ക് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ എന്നിട്ട് ഞാൻ PR എക്സസൈസ് ചെയ്യാണ്. നോക്കൂ, 3 മാസത്തെ ശമ്പളം ഒരുമിച്ച് തന്ന അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമ്പള്ളിക്ക് അഭിവാദികൾ. അതെന്തൊരു ഫോഷ്കാണ്, എന്തൊരു അല്പത്തരമാണ്, എന്തൊരു മണ്ടത്തരമാണ്. ആ ഫോഷ്കാണ്, ആ അല്പത്തരമാണ്, ആ അർദ്ധരാത്രിയിൽ അല്പൻ കുടപിടിക്കുന്ന പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. നമ്മൾ കാണില്ലേ 3 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്ത പിണറായി ഗവൺമെന്റിന്റെ അഭിവാദ്യം, 6 മാസത്തെ ഒരുമിച്ച് കൊടുത്ത പിണറായി ഗവൺമെന്റിന്റെ അഭിവാദ്യമെന്ന്. അവർ ഓരോ മാസവും കൃത്യമായി കൊടുക്കേണ്ടിയിരുന്ന പെൻഷൻ കൊടുക്കാതിരുന്നത് അവരുടെ കഴിവുകേടല്ലേ? ഓരോ മാസവും കൃത്യമായി കൊടുക്കേണ്ടിയിരുന്ന പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സാധിക്കാതെ വന്നത് അവരുടെ സർക്കാരിന്റെ പരാജയമല്ലേ? ആ പരാജയം പരിഹരിച്ചുകൊണ്ട് ഒരുമിച്ച് ആ പെൻഷൻ കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതിനെയും PR എക്സസൈസ്, കോടികൾ മുടക്കിയുള്ള PR എക്സസൈസ് ചെയ്തുകൊണ്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. സർക്കാർ വാർഷികത്തിന് മാറ്റിവെച്ചത് 100 കോടിയാണ്. അതിലെ 4-1 ഉണ്ടായിരുന്നെങ്കിൽ കുറെയൊക്കെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് തളർവാദ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് 1000 രൂപ മാസം കൊടുക്കും. കാര്യം അവർക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റില്ല. പക്ഷെ ആ പെൻഷൻ അത് മുടങ്ങിയിട്ട് 18 മാസമായി. 20 രൂപ ഊണിന്റെ വലിയ പ്രചണ്ഡ പ്രചരണം നടത്തി ഇവർ കൊണ്ടുവന്നതാണ് 20 രൂപ ഊണ് കോവിഡ് കാലത്ത്. അവർക്ക് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ പഠിക്കൽ അവർ സമരം ചെയ്തിട്ട് അധികം കാലമായിട്ടില്ല. ആശാ വർക്കർമാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് ചെന്നാൽ സാധാരണക്കാരൻ നെഞ്ചു പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. CPO റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടത്, പഠിച്ച് PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോലി കിട്ടാത്ത അവസ്ഥ, CPM മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, SFI മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ജോലി കിട്ടുന്ന അവസ്ഥ, കള്ളക്കേസുകളിൽ പെടുത്തി, മാവോ കേസുകളിൽ പെടുത്തി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ, ക്യാമ്പസുകളിലേക്ക്, വീട്ടുമുറ്റങ്ങളിലേക്ക്, അടുക്കളപ്പുറങ്ങളിലേക്ക് വലിയ രീതിയിൽ ലഹരി ഒഴുകുന്ന അവസ്ഥ, അതിനെ പിടിച്ചു കെട്ടേണ്ട സർക്കാർ, ആ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെ അതിന്റെ മൊത്തക്കച്ചവടക്കാരാവുന്ന അവസ്ഥ, ഇതൊക്കെ ഈ സംസ്ഥാനത്ത് ഇന്നുണ്ട്. അതിനെല്ലാം ചേർത്ത് ഉത്തരം കൊടുക്കാനാണ്, അതിനെല്ലാം ചേർത്തുള്ള മറുപടി കൊടുക്കാനാണ് നിലമ്പൂരിലെ ജനതയ്ക്ക് ഈ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്.
അപ്പോ കമ്മ്യൂണിസ്റ്റ് കള്ളകൾ ഏത് എം സ്വരാജിനെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു എന്നും എം സ്വരാജ് എന്തോ വലിയ ജനകീയ അടിത്തറയുള്ള സ്ഥാനാർത്ഥിയാണെന്നുള്ളതും പെൻഷനെ കൈക്കൂലി എന്ന് വിളിച്ചത് തെറ്റാണെന്നും പെൻഷൻ കൈക്കൂലിയായി കൊടുത്താൽ കൈക്കൂലി എന്നല്ലേ വിളിക്കാൻ പറ്റൂ, കൈക്കൂലി എന്ന് വിളിച്ചത് തെറ്റാണെന്നും ഏതാണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കള്ളങ്ങൾ കപട പ്രചരണങ്ങൾ ആര് നടത്തുന്നു? CPM നടത്തുന്നു. CPMന്റെ പരിണിത പ്രജ്ഞരായ നേതാക്കൾ തന്നെ അത് നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. പക്ഷേ അതിശയിക്കാനില്ല. കാരണം ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ ജീവിതകാലം മുഴുവൻ മണലാരണ്യത്തിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവുമായി നാട്ടിൽ വന്നൊരു വ്യവസായം തുടങ്ങുമ്പോൾ ആന്തൂർ നഗരസഭയുടെ കയറ്റിറക്കങ്ങൾ കയറിയിറങ്ങി മടുത്ത് ലാസ്റ്റ് അരച്ചാൻ കയറിൽ കെട്ടിത്തൂങ്ങി ആടുന്ന അവസ്ഥയിൽ അവന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കുന്നത് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. ചുമപ്പൻ നാടയിൽ കുരുങ്ങി അവന്റെ ജീവിതം അവസാനിപ്പിച്ചപ്പോ ഒടുക്കം അവന്റെ ഭാര്യയെ പറ്റി പിറ്റേ ദിവസം അച്ചടി മഷി പുരണ്ട ദേശാഭിമാനിയിൽ മുഴുവൻ ദേശത്തിന് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ വൃത്തികേട് എഴുതി പിടിപ്പിച്ചവരാണിവർ. മറിയക്കുട്ടി ചേർത്തി അവർ പറയുന്നു BJPയിൽ പോയില്ലേ എന്ന്. നമ്മൾ കോൺഗ്രസ് ആക്കിയ ആളല്ല. അവരൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ആ വിഷയത്തെ കോൺഗ്രസ് അഡ്രസ് ചെയ്തു പ്രതിപക്ഷം എന്ന നിലയിൽ. പക്ഷെ ആ മറിയക്കുട്ടി ചേർത്തിയെ പറ്റി വരെ ഏതാണ്ട് 80-90 വയസ്സുള്ള ആ സ്ത്രീയെ പറ്റി വരെ ആ അമ്മയെ പറ്റി വരെ വൃത്തികേട് എഴുതി പിടിപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത PR ടീമാണ് CPMനൊപ്പമുള്ളത്. കാഫർ സ്ക്രീൻഷോട്ട് നമ്മൾ മറന്നില്ലല്ലോ. അതായത് ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമാകുമെന്ന ഗീബൽസ്യൻ തന്ത്രം അപ്പാടെ പരീക്ഷിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്നവരാണിവർ. എല്ലായിടത്തും കഴിഞ്ഞ തവണ എല്ലായിടത്തും അത് തോറ്റുപോയി. ഇനി അവസാനിപ്പിക്കാം, ഈ ലൈവ് നമുക്ക് അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്. എന്താണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ കഴിഞ്ഞ 5 വർഷത്തെ ട്രെൻഡ്? എവിടെയൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ഒന്ന് പുതുപ്പള്ളിയിൽ. കേരളം കണ്ട, ഒരുപക്ഷെ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം മരണപ്പെടുന്നു. കേരളത്തിന്റെ പൊതുമനസാക്ഷി മുഴുവൻ വേദനിക്കുന്നു. നഞ്ചടിച്ച് ആർത്തലച്ച് കരഞ്ഞ് കേരളം മുഴുവൻ പുതുപ്പള്ളിയിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അവിടെ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ MLA മത്സരിക്കുന്നു. അദ്ദേഹത്തിനെതിരായി കാലങ്ങളായി ഉമ്മൻചാണ്ടിക്കെതിരെ വരെ മത്സരിച്ച് അവിടെ പാർട്ടി പ്രവർത്തനമുള്ള പാർട്ടി പരിചയമുള്ള ശ്രീ ജെയ്ക്സി തോമസ്, എന്റെ നാടാണ് കോട്ടയം, ജെയ്ക്സി തോമസ് മത്സരിക്കുന്നു. പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. വലിയ തോതിൽ തോറ്റുപോകുന്നു. വമ്പൻ തോൽവിയിലേക്ക് ശ്രീ ജെയ്ക്സി തോമസ് പോകുന്നു. 2 തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിലേക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തോട് തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ ആദർശവാനായ നേതാവ് ശ്രീ PT തോമസ്, അദ്ദേഹത്തിന്റെ മരണമാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത്. ആ തൃക്കാക്കരയിൽ നമ്മൾ മത്സരിക്കുമ്പോൾ ഡോക്ടർ ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രനെയാണ് CPMോടെ പരീക്ഷിക്കുന്നത്. എറണാകുളത്തിന്റെ പൊതുമനസ് CPMന് അനുകൂലമല്ല. പാർട്ടി ചിഹ്നം കണ്ടാൽ ആരും വോട്ട് ചെയ്യില്ല. കാരണം അവിടുത്തെ എല്ലാ വികസനങ്ങളെയും എതിർത്തവരാണ് ഇവർ. കൊച്ചി മെട്രോ, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി വിമാനത്താവളം അടക്കം എല്ലാത്തിനെയും, എറണാകുളത്തിന്റെ എല്ലാ വികസനത്തെയും, കേരളത്തിന്റെ ഒട്ടാകെയും, പക്ഷെ എറണാകുളത്തിന്റെ പ്രത്യേകിച്ച് എല്ലാ വികസനത്തെയും എതിർത്തവരാണ് ഈ ചുമപ്പൻ കൊടിക്ക എന്നവർക്കറിയാം. അതുകൊണ്ട് ആ കൊടി കണ്ടാൽ എറണാകുളംകാർ വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഒരു ഡോക്ടറെ തപ്പിപ്പിടിച്ച് അവർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നു. ഒടുക്കം ഏറ്റവും അവസാന ദിവസങ്ങളിൽ CPMന്റെ സൈബർ ഹാൻഡിലുകൾ, PR എക്സസൈസുകൾ, നമുക്കെതിരെ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ, അബദ്ധ പ്രചരണങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ അയച്ചുവിടുന്നു. അതൊന്നും ഏറ്റില്ല. നമ്മൾ അവിടെ ജയിച്ചു. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1 പാലക്കാടും 2 ചേലക്കരയും. എന്താണ് പാലക്കാടിന്റെ അവസ്ഥ? പാലക്കാട് നമ്മൾ നെക്ക് ടു നെക്ക് ഫൈറ്റിൽ ഫോട്ടോ ഫിനിഷിൽ ജയിച്ച ഒരു മണ്ഡലമാണ് അതിന് തൊട്ടു മുമ്പത്തെ ഇലക്ഷനിൽ. എന്നാൽ നമുക്ക് അത്രയും പോലും ജയിക്കാൻ സാധിക്കില്ല എന്നും BJP അവിടെ ജയിക്കണമെന്നും ആഗ്രഹിച്ചാണ് ചില കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തനം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവും. പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുക്കം നമ്മളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഡോക്ടർ P സരിൻ, അതിന് തൊട്ടു മുമ്പ് വരെ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്സ് റാക്കറ്റ് ആണെന്ന് പറയുന്നു. ഇന്നലെ കോൺഗ്രസിനെ തള്ളി പറയുന്നു. ഇന്ന് CPMന്റെ സ്ഥാനാർത്ഥിയാവുന്നു. ഇതുവരെ ആ സെക്സ് റാക്കറ്റ് ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞത് സരിൻ തള്ളി പറഞ്ഞിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടില്ല. ആ സരിനെ അവർ സ്വീകരിക്കുന്നു, മത്സരിപ്പിക്കുന്നു. ഏതാണ്ട് 3000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം നമ്മൾ ജയിച്ച, ഫോട്ടോ ഫിനിഷിൽ നമ്മൾ ജയിച്ച പാലക്കാട് 10,000-ലേറെ വോട്ടിന് ഒരു സേഫ് മജോറിറ്റിയിൽ, സെക്യൂർ മജോറിറ്റിയിൽ, സേഫ് പ്ലേസ്മെന്റിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിക്കുന്നു. എന്താ ചേലക്കരയുടെ അവസ്ഥ? ചേലക്കരയിൽ അതിവൈകാരികമായിരുന്നു ഇലക്ഷൻ. കാരണം
ഒന്ന്, ചേലക്കരയിൽ 40,000-ൽ പരം വോട്ടുകൾ താഴെ CPM ജയിച്ചിട്ടില്ല. അതായത് മറ്റേത് മണ്ഡലത്തെക്കാളും കേരളത്തിലെ 5 പാർട്ടി കോട്ടകൾ എടുത്താൽ, CPM-ന്റെ കോട്ട മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്നാണ് ചേലക്കര. ധർമ്മടത്തെക്കാൾ വലിയ കോട്ടയാണ് ചേലക്കര. ആ ചേലക്കരയിൽ മത്സരത്തിലേക്ക് വരുന്നത് UR പ്രദീപാണ്. നമ്മൾ സത്യം പറയണമല്ലോ, എല്ലാം CPM-കാരെ പോലെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. UR പ്രദീപ് ജനകീയനാണ്. കാരണം UR പ്രദീപ് കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ വരുമ്പോൾ മാറിക്കൊടുത്ത സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം MLA ആയിരുന്നു. സ്വാഭാവികമായും കെ രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം മാറിക്കൊടുത്ത ആളാണ്. അപ്പൊ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് ആകെ ഒരു വികാരം മനസ്സിലുണ്ട്. കെ രാധാകൃഷ്ണന് വേണ്ടി മാറിക്കൊടുത്ത ആളാണല്ലോ UR പ്രദീപ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം വന്നപ്പോൾ അതിൽ 4-1 ഭൂരിപക്ഷത്തിലേക്ക് ചേലക്കരയിലെ ഭൂരിപക്ഷത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് പോലും, അത്രമാത്രം ജനകീയ അടിത്തറ ഉണ്ടായിട്ട് പോലും UR പ്രദീപിന്റെ ഭൂരിപക്ഷം സാധാരണ ഉള്ളതിനേക്കാൾ 4-1 കുറഞ്ഞു. കാരണം എന്താണ്? കാരണം ഈ സർക്കാരിനെതിരായ ജനകീയ വിരുദ്ധ വികാരമാണ്. പിന്നീട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ 10 സീറ്റിൽ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും ജയിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 18 എടുത്ത് നമ്മൾ ജയിച്ചു. കഴിഞ്ഞ തവണ 19 എടുത്ത് ജയിച്ചു. അങ്ങനെ ജയിച്ചപ്പോൾ പോലും 20-ൽ 20 ജയിച്ചാൽ പോലും 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 10 എടുത്ത് ആരും LDF-ഓ UDF-ഓ ജയിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ നമ്മൾ ജയിച്ചു. നമ്മൾ ജയിച്ച 10 സീറ്റുകളിൽ 18-ൽ 10 സീറ്റുകളിലും 1 ലക്ഷമാണ് ഭൂരിപക്ഷം. 1 ലക്ഷം. ബാക്കിയുള്ള സീറ്റുകളിൽ ഏതാണ്ട് 80,000, 60,000 അതിൽ താഴേക്ക് പോയിട്ടില്ല ഭൂരിപക്ഷം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അത്രമാത്രം വലിയ ജനകീയ വിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം CPM-നെതിരായി ആഞ്ഞടിക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത്. അത് നിലമ്പൂരും ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ സ്വാഭാവികമായും വികസനത്തിന്റെ വഴിയെ നടക്കും. അവിടെ ആ മണ്ഡലത്തെ പൊളിറ്റിക്കൽ ചൈൽഡ് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന പോലെ യാതൊരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റിയും ഇല്ലാത്ത രീതിയിൽ ഇട്ടെറിഞ്ഞു പോയ MLA-ക്കുള്ള മറുപടിയാകും. ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സർക്കാരിനുള്ള മറുപടിയാവും. വയനാട് പുനരധിവാസത്തിൽ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഇലക്ഷൻ സമയത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുന്ന ഇലക്ഷൻ കുറുക്കതന്ത്രം നടത്തുന്ന പിണറായി സർക്കാരിനെതിരായിട്ടുള്ള മറുപടിയാവും. സപ്ലൈകോയിൽ അടക്കമുള്ള സാധനങ്ങളില്ലായ്മയുടെ പ്രതിഫലനമാകും. KSEB ബില്ലിലെ വർധനവിനെതിരായിട്ടുള്ള പ്രതിഫലനമാകും. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടത്തുന്ന KSEB-ക്കെതിരായുള്ള പ്രഖ്യാപനമാകും. നോക്കൂ, 2 രൂപ അധിക സെസ് പിരിച്ചിട്ട് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണിത്. പെട്രോൾ പമ്പുകളിൽ നമ്മുടെ പോക്കറ്റ് അടിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിനെതിരെയുള്ള പ്രതിഫലനമാകും നിലമ്പൂരിലെ ജനത വരുന്ന ദിവസം രേഖപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് 78,000 വോട്ടുകളാണ് അവിടെ കിട്ടിയത്. CPM-ന് അൻവറിന് കിട്ടിയത് 81,000 വോട്ടുകളും. ഈ തവണ മിനിമം ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് ജയിച്ചു വരും എന്നതിൽ സംശയമില്ല. അങ്ങനെ ജയിച്ചു വരുന്നത് ഇടതു സർക്കാരിന്റെ മുഖത്തേക്കുന്ന ഏറ്റവും വലിയ മറുപടിയാവും, തിരിച്ചടിയാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ഇന്നത്തെ നമ്മുടെ ഈ ലൈവ് സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളുമായി നമുക്ക് കാണാം, സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും, അതിനുവേണ്ടി സമയം മാറ്റി വെച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലൈവ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. നന്ദി.